ഹായ്, ഗുഡ് ഈവനിങ്. നമ്മുടെ ഹെൽത്ത് വെൽത്ത് ടിപ്പ് 5 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് അറിയുവാനും നല്ലൊരു ഹെൽത്ത് പോളിസി എടുക്കുവാനും ഫുൾ ബാക്ക് സപ്പോർട്ട് കൂടി പോളിസി കിട്ടുവാനും നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള എല്ലാ പോളിസികളും നമ്മളുടെ അടുത്ത് നിന്ന് ഫുൾ ബാക്ക് സപ്പോർട്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോയിരുന്നത് ഇന്നലെ നമ്മൾ ചിന്തിച്ചു, അതിൻ്റെ കണ്ടിന്യൂസ് തന്നെയാണ്. അതായത് രാജാക്കന്മാരുടെ രാജാവ് എന്ന് പറയുന്ന പോലെ ഹെൽത്ത് ഇൻഷുറൻസിൽ പല കമ്പനികൾ ഉണ്ട്. അതിൽ ഏറ്റവും നല്ല ടോപ്പ് പോളിസി സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഇറക്കിയിരിക്കുകയാണ്. ആ പോളിസിയുടെ പേരാണ് സൂപ്പർ സ്റ്റാർ പോളിസി. അത് ഇപ്പോൾ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ഇന്നലെ ചിന്തിച്ചു, കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചു. ബാക്കി കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ജസ്റ്റ് ഇന്നലെ ചിന്തിച്ച കാര്യങ്ങൾ ഓടിച്ച് പറയുന്നതായിരിക്കും. നമ്മൾ 18 വയസ്സ് മുതൽ എനി ഏജാണ് അതിൽ ചേരാനായിട്ട്, അതായത് 100 വയസ്സോ 120 150 എത്ര വയസ്സുണ്ടെങ്കിലും അതിൽ ചേരുവാനായിട്ട് സാധിക്കും. അതുപോലെ പാരൻസിൻ്റെ കൂടെ കുട്ടികൾക്ക് 91ാമത്തെ ദിവസം തൊട്ട് 25 വയസ്സ് വരെ കണ്ടിന്യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു ഫാമിലിയിൽ വേണ്ടത് അച്ഛൻ, അമ്മ, 4 കുട്ടികൾ അടങ്ങുന്നതാണ് 2A 4C എന്ന് പറയുന്ന കണ്ടീഷനാണ് ഫാമിലി ആയിട്ടുള്ള പോളിസി. പിന്നെ ഒരു പ്രപ്പോസർക്ക് അവരുടെ ഫാമിലിയിലെ ആർക്ക് വേണമെങ്കിലും ഒരു പോളിസി കൊടുക്കാനായിട്ട് സാധിക്കും. അവരുടെ ബന്ധുമിത്രാദികൾ ആര്, അതായത് പെങ്ങൾ, അളിയൻ, അമ്മായച്ചൻ, അമ്മായിയമ്മ, പെങ്ങളുടെ മക്കൾ, അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും ഇതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ കോ പേയ്മെൻറ്റ് അതിനില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാണ്. അതിന് കോ പേയ്മെൻറ്റിൽ 100% ക്ലെയിം കിട്ടുന്നതാണ്. റൂം റെൻറ്റിൻ്റെ കാര്യത്തിൽ അതിൽ കണ്ടീഷൻസ് ഇല്ല. എനി റൂം, ഏത് പോളിസി എടുത്താലും എനി റൂമാണ്. സൂട്ട് റൂമോ സിംഗിൾ സ്റ്റാൻഡേർഡ് AC റൂമോ, നമുക്ക് ആവശ്യമായ ഏത് റൂമാണോ ആ റൂം നമുക്ക് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്ന 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം, 25 ലക്ഷം, 50 ലക്ഷം, 1 കോടി. അത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ എത്ര വേണമെങ്കിലും 10 കോടിയോ 100 കോടിയോ എത്ര വേണമെങ്കിലും നമുക്കതിൽ എടുക്കാവുന്നതാണ്. അൺലിമിറ്റഡ് എന്നുള്ളതിനൊരു കണ്ടീഷൻ ഇല്ല. അതിന് ഇത്ര എന്നുള്ളതില്ല, അതിനൊരു എമൗണ്ട് ആയിരിക്കും. അതിനൊരു തുക കണ്ടീഷൻ ഇല്ല, അൺലിമിറ്റഡ് ആണ്. അതുപോലെ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നത് 50%. മറ്റെല്ലാം 25%. ഇത് 50%. 2 വർഷം കൊണ്ട് നമ്മളെടുത്ത പോളിസി ഡബിൾ ആവുന്നതാണ്. അതുപോലെ ഫ്രീസ് യുവർ ഏജ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചിന്തിച്ചു. 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരാൾ ഫാമിലി ആയിട്ട് പോളിസി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിംഗിളായിട്ട് എങ്ങനെ എടുത്താലും അവർക്കൊരു ക്ലെയിം വന്നില്ല എങ്കിൽ 55 വയസ്സ് വരെ അതേ പ്രീമിയത്തിൽ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റേയൊക്കെ 35 തൊട്ട് 45 വരെ ഒരു പ്രീമിയം, 45 മുതൽ 50 വരെ, 50 തൊട്ട് 55 അങ്ങനെ മാറിപ്പോകുമ്പോൾ ഇത് 25 വയസ്സ് തൊട്ട് ഒരേ പ്രീമിയമാണ് 55 വയസ്സ് വരെ പോകുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ഫാമിലിയിൽ ആ ഗ്രൂപ്പിലുള്ള ഒരാളെങ്കിലും ഒരു ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ആ വർഷം തൊട്ട് അതിൻ്റെ ഏജ് സ്ലാബ് മാറിയുള്ള പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിച്ചു, ഓർഗൻ ഡൊണേറ്റർക്ക്, അതായത് നമ്മളൊരു കിഡ്നിയോ അതുമൊക്കെ കരളോ ഒക്കെ നമുക്ക് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അത് തരുന്നയാൾക്ക്, ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നയാൾക്ക് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുടെ അതേ എമൗണ്ട് തന്നെ അയാൾക്കും കൊടുക്കുന്നതായിരിക്കും. ഡൊണേറ്റർക്ക് ഈ പോളിസി ഉണ്ടാകുന്ന നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഇതിന് ട്രീറ്റ്മെൻറ്റിന് ഈ സ്വീകരിക്കുന്നയാൾക്ക് ചിലവായെങ്കിൽ അതേ 10 ലക്ഷം രൂപ തരുന്നയാൾക്കും കമ്പനി കൊടുക്കുന്നതാണ്. അതിന് ശേഷവും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അയാൾക്ക് അതിനെക്കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ വീണ്ടും അതേ ഒരേ എമൗണ്ടും കൊണ്ട് വീണ്ടും കമ്പനി കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഓട്ടോമാറ്റിക് സമ്മൻഷേർഡ് ആയിട്ട് കൂടുന്നത് നമ്മൾ ഇത് നോ ക്ലെയിം ബോണസ് പോലെ ഒരു വർഷം 10 ലക്ഷത്തിൻ്റെ എടുത്താൽ പിറ്റേ വർഷം അത് 20 ആകും, പിറ്റേ വർഷം 30 ആകും. അങ്ങനെ എത്ര വർഷം കഴിഞ്ഞു അത്ര അനുസരിച്ച് എടുക്കുന്നത് അതേ എമൗണ്ട് തന്നെ കൂടിക്കൂടി ഒരു കോടി എടുത്തു കഴിഞ്ഞാൽ 10, 20, 30 ഒരു 10 ലക്ഷത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ 10, 20, 30, 40, 50 അങ്ങനെ ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് അത് കൂടിക്കൊണ്ടിരിക്കും. 20 എടുക്കുകയാണെങ്കിൽ 20, 40, 60 ആ രീതിയിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ കാര്യമായിട്ട് ചിന്തിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പോയിന്റുകൾ കൂടി ചിന്തിക്കാം. സമയം ഓടിപ്പോവുകയാണ്, എങ്കിലും ഞാൻ പറയാം. ഒരു 5 വർഷത്തെ പ്രീമിയം നമ്മൾ ഒന്നിച്ചടയ്ക്കുകയാണെങ്കിൽ ഇത് കസ്റ്റമർക്ക് ഏറ്റവും ലാഭമുള്ള കാര്യമാണ്. 5 വർഷത്തെ പൈസ ഉള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ. 5 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടച്ചാൽ ആദ്യത്തെ ഒരു വർഷത്തിന് ഫുൾ എമൗണ്ട് അടയ്ക്കണം. രണ്ടാമത്തെ വർഷത്തിന് 10% ഡിസ്കൗണ്ട് കിട്ടും. മൂന്നാമത്തെ വർഷത്തിന് 12% ഡിസ്കൗണ്ട്.
നാലാമത്തെ വർഷത്തേന് 14% ഡിസ്കൗണ്ട്, അഞ്ചാമത്തെ വർഷത്തേന് 16% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അത് മെയിനായിട്ടുള്ളതാണ്. 5 വർഷം ഇത്ര നാൾ നമ്മൾ അടച്ചുകൊണ്ടിരുന്നത് 3 വർഷത്തെ ഒന്നിച്ചടച്ചാൽ 2നും 3നും 10% ഡിസ്കൗണ്ട് ആയിരുന്നത്. ഇത് 10, 12, 14, 16 ആ രീതിയിലാണ് ഇതിന് പോകുന്നത്. പിന്നെ റിന്യൂവൽ ചെയ്യുന്നത് ഒരു മാസം മുന്നേ റിന്യൂവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2.5% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ആ പ്രീമിയത്തിൽ. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ഇതിനും കിട്ടുന്നതാണ്. അത് 90 ദിവസം പുറകിലോട്ടും 150 ദിവസം മുന്നോട്ടും ഉള്ള ക്ലെയിമുകൾ ഇതിൽ നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. മോഡേൺ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് ഇതിൽ 100% കിട്ടുന്നതാണ്. മോഡേൺ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ബാക്കി എല്ലാത്തിനും കണ്ടീഷൻ ഉണ്ടായിരുന്നു, പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ 100% മോഡേൺ ട്രീറ്റ്മെൻറ്റിൽ ലഭിക്കുന്നതാണ്. അതുപോലെ റോഡ് ആംബുലൻസ് ഇത് ഉള്ള എക്സ്പെൻസ്, അത് എയർ ആകാം, ആംബുലൻസ് ആകാം, ഏതാണ് ഒരു ആവശ്യമായിട്ട് ഒരാളെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വേറെ സ്ഥലത്തേക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിൽ മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തണമെങ്കിൽ ആംബുലൻസ് ഉപയോഗിച്ചാൽ അതിന് തരാം. ഇനി അതല്ല ദൂരത്തേക്ക് കൊണ്ടുപോകണം, എയർ വഴി കൊണ്ടുപോകണമെങ്കിൽ അതിന് വേണ്ടിയിട്ടും തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു ദൂരെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് അസുഖമായി അവരുടെ അടുത്തേക്ക് വേറൊരാൾക്ക് പോകണമെങ്കിൽ അതിനുള്ള സഹായത്തിനായിട്ടും 10,000 രൂപ വരെ കൊടുക്കുന്നതാണ്. അതിൻ്റെ ട്രാവൽ എക്സ്പെൻസായിട്ട് 10,000 രൂപ അതും കൊടുക്കുന്നതാണ്. അതുപോലെ ആയുർവേദ, സിദ്ധ, യുനാനി ചികിത്സയ്ക്കും 100% ക്ലെയിം ഇതിന് ഈ പോളിസിയിൽ കൊടുക്കുന്നതാണ്. പിന്നെ വേവ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടൊരു ഹൈലൈറ്റ് ആയിട്ടൊരു പോയിൻ്റാണ് വേവ് ബെനിഫിറ്റ്. അതായത് പ്രൊപ്പോസർ ആയിരിക്കുന്ന ആൾ മരണപ്പെടുകയാണെങ്കിൽ അടുത്ത വർഷം ആ പോളിസിക്ക് കമ്പനി തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ആ റിന്യൂവൽ ചെയ്യുന്നത് കമ്പനി തന്നെ ചെയ്യും. ആ വീട്ടുകാർ ആരും അതിൽ ഒരു വർഷത്തേക്ക് പ്രീമിയം അടയ്ക്കേണ്ട ആവശ്യമില്ല. അതൊരു വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. പിന്നെ മെഡിക്കൽ എക്യുപ്മെൻറ്റ് നമുക്കറിയാം, തളർന്നു പോവുമോ അല്ലെങ്കിൽ അതുപോലെ നടക്കാൻ പറ്റാതെ അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് വീൽ ചെയർ അല്ലെങ്കിൽ വെൻറ്റിലേറ്റർ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ് സഹായം ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിന് 5 ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ് ഇതിൽ ക്ലെയിം ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് 10,000 തൊട്ട് 25,000 വരെ, നമ്മുടെ പ്രീമിയത്തിനനുസരിച്ച് 10,000 തൊട്ട് 25,000 വരെ എല്ലാ വർഷവും നമുക്ക് അതൊരു ബെനിഫിറ്റായിട്ട് കിട്ടാനാണ് ആനുവൽ മെഡിക്കൽ ചെക്കപ്പ്. അപ്പോൾ അത് 10,000 രൂപ ഒരാൾക്ക് ഉപയോഗിക്കാം, 4 പേർക്കാണെങ്കിൽ 5 പേർക്കാണെങ്കിൽ 5 പേർക്ക്, 6 പേർക്ക് 6 പേർക്ക് ഉപയോഗിക്കാം. അത്രയൊക്കെയാണ് ഇതിൻ്റെ കാര്യം. ബാക്കി ഇനി കണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. അപ്പോൾ നമ്മളിൽ നിന്ന് പോളിസി വേണമെങ്കിൽ എത്രയും വേണമെങ്കിൽ നമ്മൾക്ക് മെസ്സേജ് അയയ്ക്കുക. കൂടുതൽ ഇതിൻ്റെ വിവരങ്ങൾ അറിയാൻ നമ്മളുമായിട്ട് മെസ്സേജ് ഇട്ട് ചോദിക്കുക അല്ലെങ്കിൽ വിളിക്കാവുന്നതാണ്. നമ്മുടെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അടുത്തൊരു വിഷയമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.